അപ്പോൾ ഇതാണ് വെളിയിൽ ഞാൻ പറഞ്ഞില്ല എയറിൻ്റെ ടാങ്ക് കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ടാങ്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ആ വണ്ടി എയർ ബ്രേക്കിംഗ് സിസ്റ്റത്തിൽ ഓടുന്ന വണ്ടിയാണെന്നുള്ളത് മനസ്സിലാക്കാം. ഇതുകൊണ്ട് ഇങ്ങനെ എയർ ടാങ്ക്, ഇതാണ് എയർ ടാങ്ക് എന്ന് പറയുന്നത്. എഞ്ചിനിൽ നിന്നുള്ള കംപ്രസർ എയർ പ്രൊഡ്യൂസ് ആയിട്ട് ഇതിനകത്താണ് ഫില്ലായി വരുന്നത്. പിന്നെ ഇവിടെയാണ് ഞാൻ പറഞ്ഞ ഒരു എയർ ഔട്ട്, എയർ ഫുള്ളാകുമ്പോഴത്തേന് ഇതുണ്ട്, ഇതുവഴി എയർ ഇങ്ങനെ ചിക്കുന്നുണ്ടോ, ഇത് ഇങ്ങനെ ചിക്കുന്ന കേട്ട് അടിച്ചങ്ങ് പോയിക്കോളും. എയർ ഫുള്ളാകുമ്പോഴത്തേനും കുറച്ച് പൗണ്ട് എയർ ഔട്ടാവും. ഒരു സേഫ്റ്റിയുടെ ഇതായിട്ട് വെച്ചേക്കുന്നതാണത്. എയർ ബ്രേക്കിൻ്റെ പെഡൽ വരുന്ന ഇങ്ങനെയാണ്. പല കമ്പനി വാഹനങ്ങൾക്കും പല രീതിയിലാണ് പെഡൽ വരുന്നത്. ചിലതിന് ഇങ്ങനെ ഇവിടുന്ന് പെഡൽ വരും, ചിലതിന് മുകളിൽ നിന്ന് പെഡൽ വരും, ചിലത് ഇങ്ങനെ താഴെ നിന്ന് പെഡൽ വരും. ഏതൊക്കെ രീതിയിൽ പെഡൽ വന്നെന്ന് പറഞ്ഞാലും ആ എയർ ബ്രേക്ക് വണ്ടികൾക്കെല്ലാം ഈ ഒരു തരത്തിലാണ് കൺട്രോൾ വാൽവ് വരുന്നതുണ്ട്. ഈ ഒരു രീതിയിലാണ് ബ്രേക്കിൻ്റെ കൺട്രോൾ വാൽവ് വരുന്നത്, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അത് പല പ്ലേസ്മെൻറ്റിലായിരിക്കും പല വാഹനങ്ങൾക്കും വെച്ചിരിക്കുന്നത്. സാധാരണ നമ്മൾ ഫ്ലൂഡ് ബ്രേക്ക് വണ്ടിയിൽ നമ്മൾ ഫ്ലൂഡ് ചവിട്ടി താക്കുവാണ് ചെയ്യുന്നത്. ഫ്ലൂഡ് ചവിട്ടി താക്കുമ്പോൾ ആ ഒരു പ്രഷറിലാണ് ബ്രേക്ക് വർക്കാകുന്നത്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഇതിവിടെ ഉണ്ട്, ഒരു നോബാണ്, ഈ സാധനത്തിന് ഒരു നോബാണ്. ഇത് ഈ നോബ് ചെന്നിട്ടുണ്ട്, ഈ നോബ് ചെന്ന് ഇവിടെ ചെന്ന് തട്ടുമ്പോൾ ആ ഒരു വാൽവ് തുറന്നാണ് എയർ അതിലെ ഫ്ലോ ആണ് എയർ ബ്രേക്കിലേക്ക്, ആ ബ്രേക്കിൻ്റെ ബൂസ്റ്റിലേക്ക് പോയിട്ട് ബ്രേക്ക് വർക്കാകുന്നത്. അപ്പം അതാണ് രണ്ടും തമ്മിലുള്ളൊരു വ്യത്യാസം. ഫ്ലൂഡ് ബ്രേക്ക് വണ്ടിയിൽ നമ്മൾ പ്രഷർ കൊടുക്കുന്നു, ഇവിടെ ഈ ഒരു നോബാണ് തുറക്കുന്നത്. ഈ നോബ് തുറക്കാൻ വേണ്ടിയാണ് ഈ ഒരു വാൽവ്, ഈ പെഡൽ വാൽവ് ഇത് കൊടുത്തേക്കിരിക്കുന്നത്. എന്തോ ഈ ഒരു വാൽവ് ഇതിങ്ങനെ നോക്കിയാൽ കാണത്തില്ല. നിങ്ങൾ ഇതിന് വണ്ടിയുടെ ശ്രദ്ധിച്ച് നല്ല രീതിക്ക് നോക്കുവാണെങ്കിൽ മനസ്സിലാവും. ലൈലാൻഡ് വാഹനങ്ങളിലേക്കാണ് ഇത് നേരെ തിരിച്ചാണ് വെച്ചിരിക്കുന്നത്. കൃത്യമായിട്ട് നോക്കിയാൽ മനസ്സിലാവും. പഴയ മോഡൽ ലൈലാൻഡ് ബസ്സിൻ്റെയൊക്കെയാണെങ്കിൽ ഈ ഒരു യൂണിറ്റ് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇതിൻ്റെ മുകളിലൊരു നോബുണ്ട്, ആ നോബിൻ്റെ മുകളിലാണ് ഇങ്ങനെ പെഡൽ വരുന്നത്, കൃത്യമായിട്ട് കാണാൻ പറ്റും. ഏറ്റവും നല്ല ഓപ്പണായിട്ട് കാണാൻ പറ്റുന്ന ലൈലാൻഡ് ബസ്സിൻ്റെയൊക്കെ പഴയ മോഡൽ ബസ്സിൻ്റെയൊക്കെ നോക്കിയാൽ കൃത്യമായിട്ട് കാണും. പുതിയ മോഡൽ വണ്ടിക്ക് വ്യത്യാസമുണ്ട്. ഇതിൻ്റെ ബ്രേക്ക് നമ്മൾ നിരപ്പൊഴിക്ക് ചവിട്ടുവാണെങ്കിൽ ഇത്രയും ചവിട്ടിയാൽ തന്നെ ബ്രേക്ക് ആവും, ഇത്രയും ചവിട്ടിയാൽ ബ്രേക്ക് ആവും. ഇത്ര നമ്മൾ ചവിട്ടിയത് ഇത്രയേ ഉള്ളൂ, ഇതിന് മാക്സിമം ഇത്രയേ ഉള്ളൂ. ഇത്രയും ചവിട്ടിയാൽ സഡൻ ബ്രേക്ക്, ഫുൾ ബ്രേക്കാണ്. പിന്നെ നമ്മൾ ആദ്യമായിട്ട് ബ്രേക്ക് ഒരു വണ്ടിക്ക് ഓടിക്കുകയാണെങ്കിൽ നമുക്ക് ബ്രേക്ക് എവിടെയെങ്കിലും ലീക്ക് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഫുള്ളായിട്ട് എയർ ഫുള്ളാക്കിയിട്ട് വണ്ടി നിർത്തിയിട്ടേച്ച് വേറെ സൗണ്ടൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് കൊണ്ട് വണ്ടി നിർത്തിയിടുക. അതിനുശേഷം നമ്മൾ ഈ ബ്രേക്ക് ഫുള്ളായിട്ട് എന്നാൽ കാലുകൊണ്ടോ അല്ല കൈ കൊണ്ടോ ഇങ്ങനെ ചവിട്ടി പിടിക്കുക. എന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കുക എവിടെന്നെങ്കിലും എയർ ലീക്ക് ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. ലീക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ബൂസ്റ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ലീക്ക് ഉണ്ടെങ്കിൽ ചെറുതായിട്ട് ചൂന്ന് എയർ പോകുന്ന സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കാം ആ വണ്ടിക്ക് എയർ ലീക്ക് ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇനിയിപ്പോൾ ഇറങ്ങുമ്പോഴത്തേന് എങ്ങനെയാണ് ഈ ബ്രേക്കിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ കാണിച്ചു തരാം. നമ്മളിവിടുന്ന് വണ്ടിയായിട്ട് ഇറങ്ങുവാണ്. ഇപ്പോൾ ഉണ്ട് ചെറിയ ഒരു ഹമ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബ്രേക്കിൻ്റെ നമ്മൾ ബ്രേക്ക് എന്തേരം ചവിട്ടുന്നുള്ള നമുക്ക് തോന്നുന്നുണ്ടോ. ഹമ്പ് ഇപ്പോൾ വണ്ടി ന്യൂട്രാ കേട്ടോ. ഉണ്ടോ ഇപ്പോൾ ബ്രേക്ക് ചെറുതായിട്ട് കാല് വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ, ചെറുതായിട്ട് കാല് വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ. പയ്യെ ചവിട്ടി കൊടുക്കുക, ഒറ്റ ചവിട്ടല്ല, പയ്യെ ചവിട്ടുക. അപ്പോൾ ഞാൻ പറഞ്ഞ ഫ്ലൂഡ് ബ്രേക്കും മറ്റേ എയർ ബ്രേക്കും തമ്മിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഫ്ലൂഡ് ബ്രേക്കിൽ നമ്മൾ ചവിട്ടിയിട്ട് അതിനകത്ത് സിസ്റ്റം വേറെയാണ്. എയർ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു നോബ്, അതിൻ്റെ ആ എയർ വാൽവിൻ്റെ നോബ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രഷർ മാത്രം നമുക്ക് അവിടെ കൊടുത്താൽ മതി. പിന്നെ നമ്മൾ എയർ ബ്രേക്കിൽ പരമാവധി നമ്മൾ സഡൻ ബ്രേക്ക് ഒഴിവാക്കാൻ പരമാവധി ശ്രദ്ധിക്കണം. സഡൻ ബ്രേക്ക് ഒഴിവാക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സഡൻ ബ്രേക്ക് ഒഴിവാക്കണമെങ്കിൽ സഡൻ ബ്രേക്ക് എപ്പോഴാണ് ചെയ്യുന്നത്? ഓവർ സ്പീഡ് വരുമ്പോഴാണ് സഡൻ ബ്രേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓവർ സ്പീഡ് ഇല്ലാതെ മാക്സിമം വണ്ടി ഓടിക്കാൻ ശ്രമിക്കണം. ഹെവി വാഹനങ്ങളൊക്കെ സ്പീഡ് ഗവർണർ സിസ്റ്റം ഉണ്ട്. 60 കിലോമീറ്റർ ആകുമ്പോൾ സ്പീഡ് കട്ട് ഓഫ് ആവും. അപ്പോൾ ആ ഒരു മാക്സിമം ആ സ്പീഡ് ഗവർണറൊക്കെ വർക്കാവുന്ന രീതിയിൽ തന്നെ വണ്ടി നമ്മൾ ഓടിക്കാൻ ശ്രമിക്കുക. പിന്നെ എയർ ബ്രേക്ക് ഓടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു, സഡൻ ബ്രേക്ക് നമ്മൾ വണ്ടി സഡൻ ബ്രേക്ക് ഇടാൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് പറ്റുന്ന പ്രശ്നം ഇതൊരു ഡയഫ്രമാണ് പുറകിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് പഴക്കം ചെന്ന വണ്ടികളൊക്കെ ആണെങ്കിൽ ഈ ഒറ്റ ചവിട്ടിന് ഈ ഡയഫ്രം പൊട്ടിപ്പോകും. ഡയഫ്രം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബലൂൺ റബ്ബറിൻ്റെ ഒരു സംഭവമാണ് ഡയഫ്രം. അപ്പം ഒരു പരിധിയിലും അധികം അതിലേക്ക് എയർ പ്രഷർ ചെന്ന് കഴിയുമ്പം ആ ഡയഫ്രം പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പണ്ട് ഞാൻ ബസ് ഓടിച്ചുകൊണ്ടിരുന്ന കാലത്ത് അങ്ങനെ ഒരു അബദ്ധം എനിക്ക് പറ്റിയിട്ടുണ്ട്. സഡൻ ബ്രേക്ക് ഇട്ടപ്പോൾ ഈ ഡയഫ്രം പൊട്ടിപ്പോയിട്ട് വണ്ടിയുടെ ബ്രേക്ക് പോയിട്ടുണ്ട്. പിന്നെ അത് ഇറങ്ങി വന്ന വഴിക്ക് ഒരു ചെറിയ കയറ്റം ഉണ്ടതുകൊണ്ട് ആ ഒരു വഴിയിലേക്ക് വണ്ടി കയറ്റിക്കൊണ്ട് എന്നാൽ അപകടം ഒഴിവായി. അപ്പം എനിക്കുണ്ടാകുന്ന ഓരോ അനുഭവങ്ങളാണ് ഞാൻ എൻ്റെ വീഡിയോയ്ക്കൂടെ പറയുന്നതെന്ന് ഞാൻ എല്ലായ്പ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പം ബ്രേക്കിലുണ്ട്, ചെറുതായിട്ട് ബ്രേക്കിൽ കാല് വെച്ചേക്കുവാണ്. ചെറുതായിട്ട് വെച്ചിട്ടേ ഉള്ളൂ. ഇറക്കം വരുമ്പോൾ ചെറുതായിട്ട് ബ്രേക്കിൽ കാല് വെക്കത്തേ ഉള്ളൂ. ആവശ്യം വരുമ്പോൾ മാത്രം നമ്മളിങ്ങനെ പ്രഷർ കൊടുക്കും കേട്ടോ. അത് ബ്രേക്കിൽ നിന്ന് കാലെടുക്കുമ്പോഴാണ് ഒരു ഷൂ എന്നുള്ള സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ ഇറക്കം വരുമ്പോഴത്തേനും നമ്മൾ എൻജിൻ ബ്രേക്ക് കൂടി ഇട്ട് കൊടുത്തിട്ട് ബ്രേക്കിൽ കാല് വെച്ചേക്കാണ് കേട്ടോ.
ഇങ്ങനെ കാല് വെച്ചേക്കുവാണ്. അപ്പോൾ നമ്മൾ എയർ ബ്രേക്ക് ചവിട്ടുമ്പോഴേ നമ്മളിങ്ങനെ ചവിട്ടാൻ ശ്രമിക്കണേ. നമ്മളിതന്നെ ഇങ്ങനെ ഈ കാലിൻ്റെ ഈ നമ്മളുടെ വിരലുകൾ വരുന്ന ഭാഗം കൊണ്ട് ചവിട്ടാം. അല്ലാതെ ഇങ്ങനെ ഒരിക്കലും ചവിട്ടരുത്. ഇങ്ങനെ ചവിട്ടാൻ ഇങ്ങനെ കാല് വെച്ച് ചിലർ ചവിട്ടാം. അങ്ങനെ ചരിച്ചൊന്നും ചവിട്ടരുത്. ഇങ്ങനെ കാലിൻ്റെ ഉള്ളം കാല് കൊണ്ടും ബ്രേക്ക് ചവിട്ടരുത്. ഇങ്ങനെ ചവിട്ടാൻ ശ്രമിക്കണം. ഇങ്ങനെ എപ്പോഴും ചവിട്ടാൻ നമ്മൾ ശ്രമിക്കണം. അതായത് ഇറക്കത്തിലൊക്കെ ആണെങ്കിൽ നമ്മൾ വണ്ടി ഗിയർ ഡൗൺ, നല്ല ഇറക്കമൊക്കെ ആണെങ്കിൽ ഗിയർ ഡൗൺ ചെയ്തിട്ട് വണ്ടി ഓടിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഗിയർ ഡൗൺ ചെയ്ത് എൻജിൻ ബ്രേക്ക് ഉണ്ടെങ്കിൽ എൻജിൻ ബ്രേക്ക് വിട്ട് ഗിയർ ഡൗൺ ചെയ്ത് വണ്ടി ഓടിക്കുമ്പോഴേക്കും ആ ഒരു ബ്രേക്കിൻ്റെ നമ്മൾ ബ്രേക്കിൽ കൊടുക്കേണ്ട പ്രഷർ വളരെ കുറവ് നമുക്ക് മതിയായിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് ബ്രേക്കിൽ പ്രഷർ കൊടുക്കേണ്ടതായിട്ട് വരും. എൻജിൻ ബ്രേക്ക് വിട്ടാൽ ചെറിയ ഗിയറിൽ ഇറങ്ങണം വണ്ടി. അല്ലാതെ ടോപ്പ് ഗിയറിലോ തേർഡ് ഗിയറോ ഒന്നും നമ്മൾ ഇറങ്ങാൻ ശ്രമിക്കരുത്. അന്നേരം കൂടുതൽ വണ്ടി നിൽക്കാതെ വരുമ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്, കൂടുതൽ പ്രഷർ ബ്രേക്കിലോട്ട് കൊടുക്കും. അപ്പം കൂടുതൽ പ്രഷർ ബ്രേക്കിലോട്ട് കൊടുക്കുമ്പോഴത്തേനും എയർ ബ്രേക്ക് വണ്ടിയാണെങ്കിൽ ഉറപ്പായിട്ടും 2-3 പ്രശ്നങ്ങളുണ്ട്. ഒന്നെങ്കിൽ ഡ്രമ്മ് ചൂടാകും. ഡ്രമ്മ് ഈ ലൈനർ കല്ലിച്ചിട്ട് ബ്രേക്ക് നിൽക്കാതെ ബ്രേക്ക് കിട്ടാത്തൊരവസ്ഥ വരും. അപ്പോൾ നമ്മൾ കൂടുതൽ പ്രഷർ ബ്രേക്കിലേക്ക് എടുത്ത് ആഞ്ഞ് ചവിട്ടും നമ്മൾ. അന്നേരം എന്താ സംഭവിക്കുന്നത്, അപ്പം നമ്മൾ കൊടുക്കുന്ന മാക്സിമം പ്രഷർ അവിടെ കൊടുത്തു, എന്നിട്ടും വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഈ ഡയഫ്രം പൊട്ടിപ്പോവും. ഞാൻ മുമ്പ് പറഞ്ഞ ടയറിൻ്റെ സൈഡിലുള്ള എയർ ബ്രേക്കിൻ്റെ ഭാഗമായിട്ട് വരുന്ന മെയിൻ ഒരു കമ്പോണൻ്റാണ് ഈ ഡയഫ്രം എന്ന് പറയുന്നത്. ആ ഡയഫ്രം പൊട്ടിയിട്ട് എയർ മൊത്തം ലീക്കായി പോകും. പിന്നെ ബ്രേക്ക് കിട്ടാത്ത അവസ്ഥയും അപകടത്തിലേക്ക് നയിക്കുന്ന ഒരവസ്ഥയും ഉണ്ടാകും. അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷനൊക്കെ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ നേരത്തെ തന്നെ ഹെവി വാഹനങ്ങൾ ഓടിക്കുമ്പോൾ നേരത്തെ തന്നെ ഇറക്കത്തിന് മുന്നേ തന്നെ, നമുക്ക് പരിചയമില്ലാത്ത വഴിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇറക്കത്തിന് മുന്നേ തന്നെ നമ്മൾ ബ്രേക്ക് നമ്മൾ ഗിയർ ഡൗൺ ചെയ്ത് എൻജിൻ ബ്രേക്ക് വിട്ട് തന്നെ നമ്മൾ വരണം. ഒരു കാരണവശാലും പരിചയമില്ലാത്ത വഴിയാണെങ്കിൽ നമ്മൾ ഇറക്കം ചെറിയ ഗിയറുകളിൽ നമ്മൾ വലിയ ഗിയറിൽ ഇറങ്ങരുത്. ടോപ്പ് ഗിയറിലോ അങ്ങനെയുള്ള തേർഡ് ഗിയറിലോ നമ്മൾ ഇറങ്ങരുത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ എയർ ബ്രേക്ക് ഇവിടെ പാസഞ്ചർ വണ്ടിയൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ ഒറ്റ ചവിട്ടാൻ പാടില്ല. എയർ ബ്രേക്ക് വണ്ടി ആദ്യം നിങ്ങളൊരു 10 കിലോമീറ്റർ ഓടിച്ച് കഴിഞ്ഞാൽ എയർ ബ്രേക്ക് വണ്ടി ഓടിച്ച് കഴിഞ്ഞാൽ പരിചയമാവും. പയ്യെ ആദ്യം കാല് വെക്കുക. സ്റ്റിയറിങ്ങിൽ 2 കൈ കൊണ്ടും പിടിക്കുക. എന്നിട്ട് പയ്യെ കാല് വെച്ച് എയർ ബ്രേക്ക് ചവിട്ടുക. ചില പഴയ വണ്ടിയൊക്കെ ആണെങ്കിൽ ചിലപ്പം ചവിട്ടുമ്പോൾ തന്നെ ഇടത്തോട്ടോ വലത്തോട്ടോ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്റ്റിയറിങ് 2 സൈഡിൽ ഇങ്ങനെ കൈ പിടിക്കുക. എന്നിട്ട് ബ്രേക്ക് ചവിട്ടി നമ്മൾ നോക്കണം എങ്ങനെ ഉണ്ടെന്നുള്ളത്. അല്ലാതെ ആദ്യമായിട്ട് കയറിയിട്ട് എയർ ബ്രേക്ക് വണ്ടി ആണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഒരു ബസ് ഓടിക്കാൻ ഒരു അവസരം കിട്ടി, ഇല്ലെങ്കിൽ ഒരു എയർ ബ്രേക്കുള്ള ഒരു പാസഞ്ചർ വണ്ടി ഓടിക്കാൻ ഒരു അവസരം കിട്ടി, ചാടി കയറിയിരുന്ന് ഗിയർ ഇട്ട് ടോപ്പ് ഗിയർ വണ്ടി ഇട്ട് ചവിട്ടി പിടിച്ചിട്ട് യാത്രക്കാരൊക്കെ പോയാലുണ്ടെങ്കിൽ പെട്ടെന്ന് ബ്രേക്ക് ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫ്ലൂയിഡ് ബ്രേക്ക് സിസ്റ്റം പോലൊന്നും അല്ല. ചിലപ്പം നല്ല കണ്ടീഷനായിട്ട് ലൈനറൊക്കെ അടിച്ചിട്ട വണ്ടിയാണെങ്കിൽ തൊടുപുള്ളി വണ്ടി നിൽക്കും. നമ്മൾ എയർ ബ്രേക്ക് വണ്ടിക്കെന്ന് പറഞ്ഞാൽ വേറൊരു പ്രശ്നമുണ്ട്. ഇതിൻ്റെ വേറെ എവിടെയൊക്കെ ലീക്ക് വന്നെന്ന് പറഞ്ഞാലും ഫ്ലൂയിഡ് ബ്രേക്ക് ആണെങ്കിൽ ചെറിയൊരു ലീക്ക് ഉണ്ടെങ്കിൽ വണ്ടി കംപ്ലൈൻ്റ് ആയിട്ട് ബ്രേക്ക് കംപ്ലൈൻറ്റ് വരും. പക്ഷേ എയർ ബ്രേക്ക് വണ്ടിക്ക് ചെറിയ 1-2 അവിടെ എവിടെയൊക്കെ ലീക്ക് ഉണ്ടെന്ന് പറഞ്ഞാലും വണ്ടിയുടെ എൻജിൻ വർക്ക് ചെയ്യുമ്പോൾ എയർ പ്രൊഡ്യൂസ് ആയിട്ട് ആ ഒരു ലീക്കാകുന്ന എയറിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു അഡ്വാൻറ്റേജ്. അപ്പോൾ എയർ ബ്രേക്ക് വണ്ടിക്ക് മറ്റ് ഫ്ലൂയിഡ് ബ്രേക്ക് വണ്ടി ഓടിക്കുന്ന പോലെ നമ്മൾ ഓടിക്കാൻ ശ്രമിക്കരുത്, ചവിട്ടാൻ ശ്രമിക്കരുത്. കൈക്കുഞ്ഞുങ്ങളെയൊക്കെ ആയിട്ട് പുറകിൽ അമ്മമാരൊക്കെ ഇടുപ്പുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്ക് ചവിട്ടുമ്പോൾ അപകടം തീർച്ചയായിട്ടും ഉണ്ടാകും. അവരുടെ തലയൊക്കെ പൊടിക്കാനുള്ള സാധ്യതയുണ്ട്, തെറിച്ച് വീഴാനുള്ള സാധ്യതയുണ്ട്. വളവിലൊക്കെ ആണെങ്കിലും മഴയുള്ളപ്പോഴൊക്കെ ആണെങ്കിലും എയർ ബ്രേക്ക് ചവിട്ടാൻ ശ്രദ്ധിക്കണം. ചവിട്ടി കഴിഞ്ഞാൽ വണ്ടി സ്കിഡാകാനും റോഡിന് വെളിയിറക്കിയിട്ടൊക്കെ ചവിട്ടി പെട്ടെന്ന് വെട്ടിച്ചൊക്കെ ചവിട്ടുമ്പോഴാണ് കൂടുതലും അപകടങ്ങളുണ്ടാകുന്നത്. നമ്മൾ ഈ മഴയത്തുള്ള ഇറങ്ങിയ പല CCTV വീഡിയോകളിലും നമ്മൾ കണ്ടു. എയർ ബ്രേക്ക് വണ്ടി വളവിലൊക്കെ മഴയത്ത് ചവിട്ടുമ്പോൾ സ്ലിപ്പായി KSRTC ബസ്, പ്രൈവറ്റ് ബസ്സൊക്കെ സ്ലിപ്പായിട്ട് തെന്നിപ്പോകുന്ന പല വീഡിയോകളും നമ്മൾ കണ്ടു. അപ്പം അത്തരം വീഡിയോകളൊക്കെ നമ്മൾ ഓരോന്ന് കാണുമ്പോഴും നമ്മൾ അതിൽ നിന്നൊക്കെ ഓരോ പാഠം ഉൾക്കൊള്ളണം. അത് ഓടിക്കുന്ന ഡ്രൈവർ നീ ആയിരിക്കണം, അല്ല ആയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുവാണെങ്കിൽ നമുക്ക് തീരാനുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. അപ്പം അത്തരം അപകടം ഉണ്ടാകുന്ന വണ്ടിയിലെ ഡ്രൈവർ നീ ആണെങ്കിൽ നീ എന്ത് ചെയ്യും, നിൻ്റെ സിറ്റുവേഷൻ എന്താവും എന്നൊക്കെ നമ്മൾ കരുതണം, ചിന്തിക്കണം. അപ്പം നമ്മൾ അങ്ങനെയുള്ള സംഭവം. അപ്പം മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുൻകൂട്ടി കണക്കൂട്ടി മഴയാണ്, ചവിട്ടിയാൽ വണ്ടി സ്ലിപ്പാവും. റോഡിന് വിളയിറക്കിയിട്ട് പുല്ലേ കയറിയിട്ട് ചവിട്ടി കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും. അങ്ങനെയുള്ളതൊക്കെ നമുക്ക് അത്തരത്തിലുള്ള ധാരണകളൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ എല്ലാവരും വളരെ സേഫായിട്ട്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞോട്ടെ, നമ്മളിപ്പോൾ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ എയർ ബ്രേക്കിനെ പറ്റി പറഞ്ഞത്. ഇതിൻ്റെ പലരും നമ്മുടെ കമൻറ്റിൽ കൂടെ ചോദിച്ചിട്ടുണ്ട്,
എൻ്റെ കംപ്രസറിൻ്റെ കാര്യങ്ങളൊക്കെ കാണിക്കാമോ, എങ്ങനെയാണ് കംപ്രസർ എയർ എൻജിൻ വർക്ക് ചെയ്ത് കംപ്രസർ എയർ പ്രൊഡ്യൂസ് ആയിട്ട് പുറകോട്ട് എയർ ടാങ്കിലോട്ട് പോകുന്നതും. അപ്പോൾ അത്തരത്തിലൊക്കെ വീഡിയോ നമ്മൾ 1-2 വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ അതിനൊന്നും വ്യൂ ഇല്ലായിരുന്നു, ആൾക്കാരൊന്നും കാണാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാം, പക്ഷേ നിങ്ങൾ കാണണം, വീഡിയോ കാണണം. അങ്ങനെ എത്ര പേരുണ്ടെന്ന് നോക്കട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അത് എഴുതുക, അങ്ങനെയുള്ള വീഡിയോ ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ മോട്ടോർ വാഹന വകുപ്പിൻ്റെ നിയമങ്ങളൊക്കെ അനുശാസിക്കുന്ന രീതിയിൽ വണ്ടി ഓടിക്കുക. മറ്റുള്ളവർക്ക് ദൂഷ്യം വരുത്തുന്ന ഒരു നിയമലംഘനങ്ങളും ഞാൻ ചെയ്യുന്നില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പ് പറയാം. അപ്പം നിങ്ങളും അങ്ങനെ ആയിരിക്കണം എന്ന് ഞാൻ ആശിക്കുന്നു. പിന്നെ കഴിഞ്ഞ ദിവസമൊക്കെ 1-2 വീഡിയോകളൊക്കെ സീറ്റ് ബെൽറ്റ് ഇടാതെ വണ്ടി ഓടിച്ച് ഞാൻ പറഞ്ഞു പുറത്തൊരു ചെറിയൊരു പ്രശ്നം ഉണ്ടായി നിൽക്കുമായിരുന്നു, ചെറിയ മെഡിക്കൽ ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുമായിരുന്നു, അതുകൊണ്ടായിരുന്നു. പിന്നെ ഈ വണ്ടി ഓടിക്കാതെ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊന്നും ഓടത്തില്ല, അപ്പോൾ അതുകൊണ്ടാണ് അന്ന് ആ ഒരു ഇതും വെച്ചുകൊണ്ട് വണ്ടി ഓടിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. അപ്പോൾ എയർ ബ്രേക്കിനെ പറ്റി കൂടുതൽ വീഡിയോ വേണമെങ്കിൽ നമുക്ക് കൂടുതൽ വീഡിയോ ചെയ്യാം, കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാം കേട്ടോ. ഓക്കെ.